ഏറെ ഉദാത്തമായ മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് തൃശ്ശിവപ്പേരൂർ എന്ന തൃശ്ശൂർ പട്ടണം. ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂരിൻ്റെ നഗരഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അതിസുന്ദരമായ ഒരു ദേവാലയമുണ്ട്, പുത്തൻപള്ളി ബസലിക്ക. ഈ നിർണായകമായ ഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ദേവാലയം, ഭാരതത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്ന വിശേഷണത്തിന് അർഹമായ ഈ സുന്ദരമായ ദേവാലയം, ഒപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസലിക്കകളിൽ ഒന്നാണ്. ഇപ്പോൾ ഈ ദേവാലയം 100ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്ര വർത്തമാനങ്ങളുടെ മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മീഡിയ കത്തോലിക്ക ഈ വീഡിയോ ഡോക്യുമെന്ററിയിലൂടെ. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലം തൊട്ടാണ് തൃശൂർ പട്ടണത്തിലെ ക്രൈസ്തവരുടെ ചരിത്രം ആരംഭിക്കുന്നത്. തൃശൂർ പട്ടണത്തിന്റെ വാണിജ്യ അഭിവൃദ്ധിക്കും വികസനത്തിനും ക്രൈസ്തവരുടെ സാമീപ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ 1794, 1795 കാലഘട്ടത്തിൽ 52 സുറിയാനി കത്തോലിക്ക കുടുംബക്കാരെ അയൽ പ്രദേശങ്ങളായ കൊട്ടേക്കാട്, ഒല്ലൂർ, അരണാട്ടുകര എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നാൽ തൃശൂരിലേക്ക് താമസം മാറ്റിയ വിശ്വാസികൾക്ക് ദൈവാലയത്തിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആദ്യ നാളുകളിൽ ഇവർ മാതൃദേവാലയങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പുത്തൻപേട്ട അഥവാ ഇന്നത്തെ തെക്കേ അങ്ങാടിയിൽ ദൈവാലയം പണിയുവാനുള്ള അനുവാദം കൊച്ചി സർക്കാരിൽ നിന്നും ലഭിച്ചു. 1814 സുറിയാനി കത്തോലിക്കരുടെ ഭരണാധികാരിയും കൊടുങ്ങല്ലൂർ അതിരൂപത ഗോവർണദോരുമായിരുന്ന ഡോമനിഗോസ് തിരുമേനിയുടെ അനുമതിയോടെ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ നാമത്തിൽ തൃശൂരിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം സ്ഥാപിതമായി. 7ാം പിയൂസ് മാർപ്പാപ്പ തിരുസഭയിൽ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതേ വർഷം തന്നെ തൃശൂരിലെ ആദ്യത്തെ ദൈവാലയം വ്യാകുല മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായി. സ്വന്തം റീത്തും അതിൽപ്പെട്ട ഭരണാധികാരിയും വേണം എന്നുള്ള ഇവിടുത്തെ സുറിയാനി കത്തോലിക്കരുടെ ആവശ്യപ്രകാരം മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ തന്നെ 1861 ഇവിടെ എത്തിച്ചേർന്ന തോമ റോക്കോസ് മെത്രാനും 1874 ഇവിടെ എത്തിച്ചേർന്ന മേലൂസ് മെത്രാനും ഒരു ശീശ്മ സഭയ്ക്ക് രൂപം നൽകി. തുടർന്നുള്ള നിർണായകമായ ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് പുത്തൻപള്ളി ബസലിക്കയുടെ ചരിത്രം പുരോഗമിക്കുന്നത്. 1838 ഏപ്രിൽ 24 16ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച മുൾട്ട പാരാക്ലാര എന്ന തിരുവെഴുത്തു വഴി കൊടുങ്ങല്ലൂർ രൂപത നിർത്തലാക്കി. അതേ തുടർന്ന് വ്യാകുല മാതാവിന്റെ ദൈവാലയം വരാപ്പുഴ മെത്രാന്റെ കീഴിലായി. 1861 വരെ ഈ നില തുടർന്നു. പിന്നീടുണ്ടായ ചരിത്ര സംഭവങ്ങളുടെ ഫലമായി നെസ്തോറിയൻ സഭയുടെ മെത്രാനായി മാർ അബിമലേക് തിമോഥയോസ് 1908 ഫെബ്രുവരി 27 ഇവിടെ എത്തിച്ചേർന്നു. വിശ്വാസികളിൽ നെസ്തോറിയൻ വിശ്വാസാചാരങ്ങൾ നടപ്പിലാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഇതോടെ വിശ്വാസികൾ 2 ചേരിയായി തിരിഞ്ഞു. മാർ തിമോഥയോസ് മെത്രാന്റെ ചേരിയിൽ നിന്നവർ സുറായികൾ എന്നും, ശീശ്മക്കാരെങ്കിലും കത്തോലിക്ക വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നവരെ സ്വതന്ത്ര കക്ഷികൾ അഥവാ ഇൻഡിപെൻഡൻസ് എന്നും അറിയപ്പെടുവാൻ തുടങ്ങി. തുടർന്ന് നടന്ന കേസുകളിൽ ഈ ദൈവാലയം കത്തോലിക്കർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ മാർത്തുമറിയം വലിയ പള്ളിയായിരുന്നു അത്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ദൈവാലയത്തിന് പകരമായി വ്യാകുല മാതാവിന്റെ നാമത്തിൽ തന്നെ ഒരു ദൈവാലയം നിർമ്മിക്കുവാൻ ഇവിടത്തുകാർ പരിശ്രമിച്ചു. ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. 1925 ഒക്ടോബർ 8 ദൈവാലയം നിർമ്മിക്കുന്നതിനുള്ള അനുവാദം കൊച്ചി സർക്കാരിൽ നിന്ന് CR ഇയുണ്ണി വക്കീലിന് ലഭിച്ചു. 1925 ഒക്ടോബർ 10 മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി ദൈവാലയത്തിന്റെ ആശീർവാദ കർമ്മം നടത്തി. പരിശുദ്ധ വ്യാകുല മാതാവിൻ ദൈവാലയം എന്നു നാമകരണം ചെയ്യുകയും ഉപമധ്യസ്ഥയായി വിശുദ്ധ കൊച്ചുത്രേസ്യയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വ്യാകുല മാതാവിന്റെ ആദ്യത്തെ ദൈവാലയം ഇന്നറിയപ്പെടുന്നത് മാർത്തുമറിയം വലിയ പള്ളി എന്ന പേരിലാണ്.
ആദ്യത്തെ വ്യാകുലമാതാവിൻ ദൈവാലയത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ബസിലിക്ക. 1942 മെയ് 12 നിര്യാതനായ മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി മെത്രാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രധാന ബലിപീഠത്തിന്റെ താഴെയായുള്ള മെത്രാന്മാരുടെ കല്ലറയിലാണ്. ആദ്യത്തെ പ്രധാന ബലിപീഠം നിത്യാരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് പുതുക്കി പണിതതാണ് ഇപ്പോഴത്തെ പ്രധാന ബലിപീഠം. 1950 ദൈവാലയത്തിന്റെ മുൻഭാഗത്തെ 140 അടി ഉയരമുള്ള 2 മണിമാളികകളുടെ പണി പൂർത്തിയാക്കിയത് റവറൻഡ് ഫാദർ എബ്രഹാം കിഴക്കൂടന്റെ കാലത്താണ്. ഇതോടെ ദൈവാലയ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം പൂർത്തിയായി. 1978 സെപ്റ്റംബർ 17 ഇടവകയായും 1980 ആഗസ്റ്റ് 1 മുതൽ ഫൊറോനയായും തൃശൂർ ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം ഈ ദൈവാലയത്തെ ഉയർത്തി. 1992 ഏപ്രിൽ 25 വ്യാകുലമാതാവിൻ ദൈവാലയത്തെ ബസലിക്കയായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തി. 1992 മെയ് 20 രൂപതയുടെ 105ാം വാർഷിക ദിനത്തിൽ കർദിനാൾ മാർ ആന്റണി പടിയറ തിരുമേനി വ്യാകുലമാതാവിൻ ദൈവാലയത്തെ ബസിലിക്കയായി പ്രതിഷ്ഠിച്ചു. 2001 സെപ്റ്റംബർ 15 തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി ഈ ദൈവാലയത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പുറകുഭാഗത്ത് പണി പൂർത്തിയാകാതെ കിടന്നിരുന്ന ബൈബിൾ ടവറിന്റെ പുനർനിർമ്മാണം മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്ത ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് ആരംഭിച്ചത്. 2002 ഏപ്രിൽ 22 260 അടി ഉയരമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ ടവറിന്റെ പുനർനിർമ്മാണോദ്ഘാടനം തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. ഇതോടെ ദൈവാലയ നിർമ്മാണത്തിന്റെ 3ാം ഘട്ടം പൂർത്തിയായി. ബൈബിളിലെ പ്രധാന സംഭവങ്ങളും തൃശൂർ രൂപതയുടെ ലഘുചരിത്രവും തൃശൂർ നഗരത്തിന്റെ സാംസ്കാരിക രംഗങ്ങളും ശില്പകലയിലൂടെയും ചിത്രകലയിലൂടെയും മറ്റ് വിവിധ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ ടവറിലേക്ക് വെണ്ണക്കല്ലിൽ തീർത്ത 400 ഗോവണിപ്പടികൾ കയറിയാൽ മുകളിൽ എത്തിച്ചേരാം. ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ദേവാലയ സമുച്ചയമാണ് ഇന്ന് കാണുന്ന ബസലിക്കയിലെ ബൈബിൾ ടവർ. തൃശൂർ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഈ ടവറിൽ നിന്ന് വീക്ഷിക്കുവാൻ കഴിയും. 1986 ഫെബ്രുവരി 7 പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് തൃശൂരിൽ സ്വീകരണത്തിനായി നിർമ്മിക്കപ്പെട്ട പേപ്പൽ റോസ്ട്രത്തിന്റെ മാതൃക ബൈബിൾ ടവറിൽ 2011 മെയ് 1 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. 2011 ജൂലൈ 17 ബൈബിൾ ടവർ സ്ക്വയറിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന മതാന്തര ധ്യാന വീഥിയുടെ അഥവാ ശാന്തിധാരയുടെ നിർമ്മാണോദ്ഘാടനവും ബൈബിൾ ടവറിൽ ഒരുക്കിയിട്ടുള്ള തൃശൂർ ഹിസ്റ്ററി പിക്ചർ ഗ്യാലറിയും ലോകത്തിലെ വിവിധ ഭാഷകളിലുള്ള ബൈബിൾ വിവർത്തനങ്ങളുടെ അമൂല്യ ശേഖരത്തിന്റെ ഉദ്ഘാടനവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. 2012 ജൂലൈ 28 ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളിയുടെ കബറിടത്തിൽ ജീവനും ഉയിർപ്പും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ടെറാക്കോട്ട ചിത്രങ്ങൾ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ആശീർവദിച്ചു. മൈക്കിൾ ആഞ്ചലോ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തീർത്ത പിയേത്തായുടെ തനിപ്പകർപ്പ് ഒറ്റക്കൽ മാർബിളിൽ തീർത്തതിന്റെ ആശീർവാദം 2012 നവംബർ 23 തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പ്രാർത്ഥിക്കാനും തീർത്ഥാടനത്തിനുമായി ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നവരെ ആകർഷിക്കുന്ന വിധത്തിൽ നിരവധി നിർമ്മിതികളാണ് ഈ ദേവാലയ സമുച്ചയത്തോട് ചേർന്ന് നിലകൊള്ളുന്നത്. അതുതന്നെയാണ് ഒരുപാട് പേരെ ദിനംപ്രതി എന്നോണം ഈ ദേവാലയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതും. ഗോഥിക് ശില്പകലയിൽ മുൻഭാഗത്ത് 140 അടി ഉയരമുള്ള 2 മണിമാളികകളും പുറകുഭാഗത്ത് 260 അടി ഉയരമുള്ള ബൈബിൾ ടവറും ഉയർന്നു നിൽക്കുന്ന ഈ ദൈവാലയത്തിന്റെ ആകെ വിസ്താരം 25,000 ചതുരശ്ര അടിയാണ്. ഡോമിനുള്ളിൽ മാതാവിന്റെ 7 വ്യാകുലങ്ങൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു.
ചിപ്സിൽ പൊതിഞ്ഞ മനോഹരമായ കരിങ്കൽ തൂണുകൾ ഈ ദൈവാലയത്തിന്റെ മനോഹാരിതയും പ്രൗഢിയും വർദ്ധിപ്പിക്കുന്നു. കലാമേന്മയുള്ള ചുമർ ചിത്രങ്ങളും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന 8 മണികളും ഭാരതത്തിന്റെ ഏറ്റവും വലിയ സെപ്റ്റിക് സെൽ മോഡൽ സെമിട്രിയും ഈ ബസിലിക്കയുടെ പ്രത്യേകതകളാണ്. പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ സാർവത്രിക സഭ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ്. ആ ദിവസം ഊട്ടുതിരുനാളായി ഈ പള്ളി ആചരിക്കുന്നുണ്ട്. 100,000-ഓളം പേർ അന്ന് പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ഈ നേർച്ച ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്താറുണ്ട്. നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ചയിലാണ് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു വരുന്നത്. ഈ തിരുനാൾ തൃശ്ശൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ ശ്രദ്ധേയമായ ഒരു തിരുനാളാണ്. തൃശ്ശൂർ നഗരത്തിൽ പൂരവും ബോഡ്നത്താലയും കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർ ഒരുമിച്ച് കൂടുന്നത് ഈ ദേവാലയത്തിൻ്റെ തിരുനാളിനാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും 6 തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുന്നുണ്ട്. എല്ലാ തിരുക്കർമ്മങ്ങൾക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ വന്നു ചേരുന്നു. പരിശുദ്ധ വ്യാകുല മാതാവ് വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അവരുടെ സാക്ഷ്യം നൽകുവാൻ നൊവേനയുടെ അവസരത്തിൽ തയ്യാറാകാറുണ്ട്. ഭക്തജനങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ഈ ദേവാലയം എല്ലാവർക്കും ആശ്രയമായി നിലകൊള്ളുന്നു. തുടർന്നും അപ്രകാരം നിലകൊള്ളട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഇടവക ദേവാലയമായി രൂപം കൊണ്ടതു മുതൽ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്കും പ്രശസ്തിയിലേക്കുമൊക്കെ 1 നൂറ്റാണ്ട് കാലം കൊണ്ട് ഈ ദേവാലയവും ഇടവകയും എത്തിച്ചേർന്നതിന് പിന്നിൽ വലിയ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ കഥകളുണ്ട്. ഒരു ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ കൂട്ടായ്മയോടെയുള്ള പ്രാർത്ഥനയും അധ്വാനവും കാത്തിരിപ്പുമെല്ലാമാണ് ഓരോ കഴിഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവപരിപാലനയുടെയും ദൈവകൃപയുടെയും അപൂർവമായ സുന്ദര മുഹൂർത്തങ്ങൾ കൂടിയായിരുന്നു ചരിത്രത്തിൽ കടന്നുപോയ ഓരോ നിർണായക ഘട്ടങ്ങളും. വിവിധ ജീവിത ദുഃഖവും പ്രയാസങ്ങളുമൊക്കെയായി വരുന്നവർക്ക് എന്നും ആശ്വാസം നൽകിക്കൊണ്ട് 10,000-ങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ഈ തീർത്ഥകേന്ദ്രം. ഗോഥിക് നിർമ്മാണ രീതിയുടെ ഏറ്റവും ബൃഹത്തായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദേവാലയ സമുച്ചയം. ഇതും നിരവധി തീർത്ഥാടകരെയാണ് ദിനം പ്രതി ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരെയും സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയായി പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയം നിലകൊള്ളുകയാണ്. എന്നും ഈ അനുഗ്രഹദായകമായ ദേവാലയം അനേകർക്ക് ആശ്വാസമായി ഇനിയും കാലങ്ങളോളം നിലകൊള്ളട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.